ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് നീലിയ. പിന്നെ കുറേ നാളായാലും കണ്ടിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ നമ്മുടെ കല്യാണം വന്നിരിക്കുകയാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക? വെഡ്ഡിങ് ഷോപ്പിംഗ്. അപ്പോൾ വെഡ്ഡിങ് ഷോപ്പിംഗ് ഞങ്ങൾ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് സീരീസിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ അമ്മയ്ക്ക് സാരി എടുക്കാനാണ് കേട്ടോ പോയത്. അമ്മയ്ക്ക് മാത്രമല്ല ഒരു 2-3-4 സാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങളിന്ന് പോയപ്പോൾ എന്താ പറയുക, എല്ലാ സാരി എടുക്കാൻ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പോയി നോക്കാം എങ്ങനെയാണ്, സെലക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ 1-2 കടയിൽ കയറി നമുക്ക് മെല്ലെ സമയമുണ്ട്, എന്തായാലും കല്യാണത്തിന് 1 മന്ത് കഴിഞ്ഞ് സമയമുണ്ട്. അപ്പോൾ മെല്ലെ തന്നെ മതിയല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് വേണ്ട സാരികൾ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ട സാരി മട്ക സിൽക്കാണ്. ഏകദേശം ഒരു 3000 ഉള്ളിൽ റേറ്റ് വരുന്ന സാരിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെന്ന സമയത്താണ് നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് നമുക്ക് സ്റ്റാഫ് വന്നത്. പക്ഷേ ആ ചേച്ചി നമുക്ക് നന്നായി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ആൾ നന്നായിട്ട് നമുക്ക് സാരീസൊക്കെ എടുത്ത് തന്നു കേട്ടോ. നല്ല ക്ഷമയുള്ള ചേച്ചിയാണ്, അതെനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ പച്ച കളർ വേണ്ടാന്ന് മുന്നേ പറഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാരികളിൽ ഒരു 18% ഫുൾ പച്ചയാണ്. എവിടെയെങ്കിലുമൊക്കെ പച്ച ഉണ്ടാവും, അല്ലെങ്കിൽ മുന്താണിയിൽ പച്ച, ബ്ലൗസിൽ പച്ച, കരയിൽ പച്ച, എന്തെങ്കിലും പച്ച ഉണ്ടാവും. പച്ച നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ സാരി നോക്കുന്നുണ്ട് അവിടെ. എനിക്കാണെങ്കിൽ കുറേ നേരം സാരി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ബോറടിക്കും. അപ്പം ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പം അമ്മ സെലക്ട് ചെയ്തിട്ട് എന്നോട് അഭിപ്രായം ചോദിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അവിടെ ജോലി ചെയ്യുന്ന സെയിൽസ് ചേച്ചിമാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഒരു ലോഡ് സാരികളാണ് അവരിങ്ങനെ വലിച്ചിട്ടിരിക്കുന്നത്, അത് അങ്ങനെ മടക്കി വെക്കണു. അപ്പോൾ അവരെ സമ്മതിച്ചു. പിന്നെ അവസാനം ഞങ്ങൾ ഈ ഒരു സാരി സെലക്ട് ചെയ്തു കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഇഷ്ടമായത്. നല്ലൊരു കോഫി ബ്രൗൺ കളറാണ്. എനിക്ക് തോന്നുന്നു ഫോണിൽ കാണുന്നേക്കാളും കുറച്ചുകൂടി ഡാർക്കാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്. ഒന്ന് ചുരുട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു 1 മീറ്റർ തുണിയുടെ അത്രയും കനമുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഈ സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് ഏകദേശം ഒരു 3000 റേറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സാരി ഒരു 1500 ഉള്ളിലാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ സാരിയുടെ കളർ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കളർ. ഞാൻ പറഞ്ഞില്ലേ, ഗ്രീൻ നമ്മളെ വിട്ട് പോകാൻ റെഡിയല്ല. ഏത് സാരി എടുത്താലും അതിലെവിടെയെങ്കിലും ഗ്രീൻ ഉണ്ടാവും. അപ്പോൾ ഈ സാരി എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമായില്ല, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമായി. അപ്പം വെച്ച് നോക്കുകയാണ് ചേരുന്നുണ്ടോയെന്ന്. പക്ഷെ കണ്ട ഭംഗി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അത് എടുത്തില്ല, ജസ്റ്റ് അത് എടുത്ത് നോക്കുകയാണ്. ശരിക്കും അവിടെ ഒരു തല്ല് തന്നെയായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇഷ്ടപ്പെടണത് എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെടണതാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. 2 പേരുടെയും ടേസ്റ്റ് വേറെ വേറെയാണ്. ബട്ട് ഒരാൾ എടുത്തോ എന്ന് പറഞ്ഞാൽ അത് എടുക്കും, അങ്ങനെ. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറയണം അന്ന് എടുത്തോ എന്ന് പറഞ്ഞാൽ ആൾ എടുക്കും. പിന്നെ ഒരു ഡിസ്കഷനൊന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാരി മേടിച്ചിട്ട് അവിടെ ബില്ല് ചെയ്തിട്ട് ഇറങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ ചുരിദാർ സെക്ഷനിലേക്കാണ് പോയത്. ഇത് ചേച്ചിക്ക് 2-3 ചുരിദാർ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ചേച്ചി വരുന്നതായിട്ട് മുന്നേ തയ്ച്ച് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇത് ഓർഗൻസ മെറ്റീരിയൽ, സിൽക്ക്, ജ്യൂട്ട്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് കൊണ്ട് ഏകദേശം ഒരു 3000-3000 പിന്നെ എന്താ പറയുക, കുഴപ്പമില്ലാത്ത സെലക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പിന്നെ എന്തോ നോക്കാൻ പോയത്, നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ജയലക്ഷ്മിയിലേക്കാണ് കേട്ടോ പോയത്. ജയലക്ഷ്മിയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടില്ല, കല്യാണിൽ ഓർഗൻസയുടെ മെറ്റീരിയൽ കാണിച്ചു തന്നല്ലോ, അതിന് 2000 ആയിരുന്നു. ഇവിടെ എന്താ പറയുക, ഓർഗൻസയുടെ മെറ്റീരിയൽ ഇങ്ങനെ കട്ട് പീസായിട്ട് കൊടുക്കുന്നുണ്ട് മീറ്ററിന്. ഇവിടെ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ സെലക്ഷൻസ്. അവിടെ ഒരു 10 ചുരിദാർ എടുത്ത 1-2 ഓർഗൻസ ഉള്ളെങ്കിൽ ഇവിടെ ഓർഗൻസയുടെ തന്നെ ഒരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ മെറ്റീരിയൽ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അന്ന് പോയിട്ട് ആകെ 2-3 സാരി മാത്രമേ എടുത്തോളൂ. സെക്കൻഡ് ഡേ നമ്മൾ വീണ്ടും കല്യാണിലേക്കാണ് പോയത്. കാരണം നമ്മൾ ജയലക്ഷ്മിയിൽ പോയിട്ട് നമ്മൾ സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ബെറ്റർ നമ്മൾ ആദ്യം പോയ സ്ഥലം തന്നെയാണ്. ഞാനത് ഒരാളെ താഴ്ത്തി പറയുന്നതല്ല, ഞങ്ങൾക്ക് ഇഷ്ടമായത്, ഞങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമായത് കുറച്ചും കൂടിയും കല്യാണിലെ സാരീസാണ്. കുറച്ച് സെലക്ഷൻസ് ഉണ്ടെന്ന് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും കല്യാണിലേക്ക് തന്നെ വന്നു. നമ്മൾ വീണ്ടും അമ്മയുടെ സാരി നോക്കുവാണ്. അപ്പോൾ കണ്ടില്ലേ, വീണ്ടും പച്ച. എന്തെടുത്താലും അതിലൊരു പച്ച ഉണ്ടാവും, പച്ച വിട്ടൊരു കളിയില്ല. ഈ സാരിയുടെ റേറ്റ് 3500 ഉള്ളിലാണ് കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട്.
അപ്പോൾ അതിൽ ഇനി അമ്മ ഉടുത്ത് നോക്കണ സാരി ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത്. നമ്മൾ അതിനകത്തും ബോഡി പിങ്കും ബ്ലൗസ് ഗ്രീനും. അപ്പം ഇത് ബോഡി ഗ്രീനും ബ്ലൗസ് പിങ്കും ആണ്. ബ്ലൗസിന്മേൽ വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല കേട്ടോ, പ്ലെയിൻ ബ്ലൗസാണ്. അപ്പം ഇപ്പം കണ്ടതിൽ ഒരു സാരി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതേത് സാരി ആണെന്നൊന്ന് ഗസ് ചെയ്യണേ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നും കൂടി ഉള്ളതൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഈ 2 ദിവസം കൊണ്ടാണ് നമ്മുടെ സാരി ഷോപ്പിംഗ് കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ആഗ്രഹിച്ച പോലെ നമുക്ക് അധികം റേറ്റ് ഒന്നും ആവാതെ നമ്മുടെ ബഡ്ജറ്റിൽ സാരി ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ട നമുക്ക് സാരി സാരി ഇഷ്ടമായിട്ടുണ്ട്. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഇവിടെ. നമ്മളിവിടുന്ന് സാരി എടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ സാരീസ് ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. നമുക്കിനി അടുത്തത് അമ്മയുടെ സെക്ഷൻ കഴിഞ്ഞു, സാരിയുടെ സെക്ഷൻ കഴിഞ്ഞ് അടുത്തത് എനിക്കുള്ള ഡ്രസ്സുകളാണ് നോക്കണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയുള്ള ലെഹങ്ക അല്ലെങ്കിൽ പാർട്ടി വെയർ ഐറ്റംസൊക്കെ ജസ്റ്റ് നോക്കി വെച്ചു. ഇന്ന് എടുക്കുന്നില്ല കേട്ടോ, അതെടുക്കാൻ വേറൊരു ദിവസം വരാം. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ഷോപ്പിംഗ് ഒരുമിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെഡ്ഡിങ് സീരീസ് 2 ആയിട്ട് നമ്മൾ നാളെ എത്തും. ബൈ.